തയ്യാറാക്കി തന്നത്. നല്ല പ്രോജക്റ്റ്. ഈ ആര് പ്രോജക്റ്റ് തയ്യാറാക്കിയാലും അത് നിങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ മുഴുവൻ ഖ്യാതി നിങ്ങൾക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ നോക്കിയിരുന്നത്, ഹാർബർ എഞ്ചിനീയറിംഗ് നടത്തുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതൊരു കേരളത്തിലെ ഒരു മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു വളരെ നല്ല പദ്ധതിയാണ്. വളരെ നല്ല പദ്ധതി, സ്വർണ്ണ സമ്മാനം നൽകേണ്ട ഒരു പദ്ധതിയാണ്. പക്ഷേ അത് മറ്റുള്ളവർക്ക് നടപ്പിലാക്കുന്നതിനുള്ള രീതിയിൽ നിങ്ങളതിൻ്റെ കണക്കും അതിൻ്റെ പ്രവർത്തന രീതികളും പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. ഇത് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ മീന് കൊഞ്ച് അങ്ങനത്തെ ഇത് എന്തെങ്കിലും ഒരു സർവേയോ എന്തെങ്കിലും എത്രമാത്രം ഡിമാൻഡ് ഉണ്ടെന്നോ എന്തെങ്കിലും അങ്ങനെ ഒരു കണക്കെടുപ്പ് എടുത്തിട്ടുണ്ടോ? സർവേ നടത്തിയിട്ടുണ്ട്. കണ്ണൂർ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്ടർ ഡോക്ടർ ദിനേശ് ചെറുവാട് അദ്ദേഹത്തിൻ്റെ ഗവേഷണ സ്ഥലമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് 7 ഗ്രാമപഞ്ചായത്തിലെ കൈപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിയൊക്കെ ഞങ്ങൾക്ക് സഹായമായിട്ട് തീർന്നത്. സർവേ എടുത്തപ്പോൾ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു, മത്സ്യകൃഷി എത്ര വേണമെന്നുള്ളതിൻ്റെ ഒരു കണക്കുണ്ടായിരുന്നു സർവേ ചെയ്തപ്പം. അത് പരമ്പരാഗത രീതിയാണല്ലോ ഇത്. ഏത് രീതിയായാലും അതിപ്പം അന്ന് ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടോ എന്നുള്ള, അന്ന് ഉദ്ദേശിച്ച കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ട്. അതിന് ഈ എക്സസ് വരുന്ന മീന ഇതൊക്കെ ചെമ്മീന് പ്രത്യേകിച്ച് അതിനെ ഒന്ന് വാല്യൂ ആഡ് ചെയ്ത് കുടുംബശ്രീയോ മറ്റ് ഏതെങ്കിലും സംഘങ്ങളോ അതൊരു വേറെ ഏതെങ്കിലും പ്രോഡക്ട്സ് ആയിട്ട് പിക്കിളായിട്ട് എന്തെങ്കിലും കുടുംബശ്രീ അച്ചാർ യൂണിറ്റ് തുടങ്ങുന്നുണ്ട്, ചെമ്മീൻ അച്ചാർ യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ല, ഇത് ഭാഗമായിട്ടുണ്ട്. കൂടുതൽ അധികം വരുന്നുണ്ടെങ്കിൽ തളിപ്പറമ്പ് പഴയങ്ങാടി മാർക്കറ്റിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണം വളരെ കാര്യക്ഷമമായിട്ട് കാണുന്നു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ്. ജൈവ വൈവിധ്യത്തിൻ്റെ ഈറ്റില്ലമാണ്. ഇപ്പോൾ ജൈവ വൈവിധ്യ രജിസ്റ്റർ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾ പറയുന്നു പലതരത്തിലുള്ള മത്സ്യസമ്പത്തിൻ്റെ ഒരു ആവാസ കേന്ദ്രമാണ്. അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ സ്പീഷീസ് എത്ര ഉണ്ട് എന്നെങ്ങാനും? നമ്മുടെ പഞ്ചായത്തിൽ ഡോക്ടർ ദിനേശിൻ്റെ ഗവേഷണ ഫലമായിട്ട് 76ഓളം മത്സ്യ ഇനങ്ങൾ ഞങ്ങളുടെ പുഴകളിൽ തോടുകളിൽ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മത്സ്യകൃഷിയിൽ ഇപ്പം കൊഞ്ചും കരിമീനുമാണോ നമ്മൾ? അതെ, ചെമ്മീൻ മാത്രമാണ് നമ്മൾ വളർത്തുന്നത്, വിത്തിട്ട് വളർത്തുന്നതാണ്. മറ്റൊക്കെ നമ്മുടെ അവിടുത്തെ പ്രകൃതിയിൽ ഉണ്ടാകുന്നതിന് വളർന്നു വരുന്നതാണ്. ഇതിന്റെ വിത്ത് ഉണ്ടാക്കി തരുന്നത് ഹാച്ചറി, കണ്ണൂർ ഹാച്ചറി. അത് ജനങ്ങൾ അവിടുത്തെ തൊഴിലാളികൾ സംഘങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല. അല്ലല്ല, അത് പരമ്പരാഗതമായി കടലിൽ നിന്ന് വരുന്ന ചെമ്മീൻ കുഞ്ഞുങ്ങളെ വളർത്തിപ്പിടിക്കാൻ കഴിയും. അതിന് പുറമെ ഇതൊരു സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് എണ്ണത്തിലാണ് നമ്മൾ വിത്തിട്ട് വളർത്തിയെടുക്കുന്നത്. അത് വില കൂടിയ ഉൽപ്പന്നമായിട്ട് മാറും. മത്സ്യ കുഞ്ഞുങ്ങളെ വിത്ത് ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ശ്രമം ഇല്ല, അത് ഈ ഒരു ഭൂപ്രകൃതിയിൽ സാധിക്കുന്ന കാര്യമല്ല. അത് അങ്ങനെ സാധിക്കുന്ന കാര്യമല്ല. മത്സ്യത്തൊഴിലാളികൾ സ്ത്രീകളാണോ? മത്സ്യത്തൊഴിലാളികൾ പുരുഷന്മാരും ഉണ്ട്. സ്ത്രീകളാണ് ഈ വെള്ളത്തിൽ ഇറങ്ങി തപ്പിപ്പിടിക്കുന്ന തൊഴിലാളികൾ, സ്ത്രീ തൊഴിലാളികളാണ്. അത് പരമ്പരാഗത തൊഴിൽ രീതിയാണ്. തരിശ് 460 ഹെക്ടയർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. തരിശ് കൃഷിയോഗ്യമായ, അതിൽ പെശക്കുണ്ടോന്ന് അറിയില്ല സാർ, കൃഷിയോഗ്യമായ ഭൂമി 460 ഹെക്ടർ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ 414 ഹെക്ടർ ഈ കഴിഞ്ഞ വർഷം കൃഷിയോഗ്യമായി. അവശേഷിക്കുന്ന ഏതാനും ഹെക്ടർ ഈ വർഷത്തോടുകൂടെ പരിപൂർണമായും പരിഹരിക്കും. എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെയൊരു വേദിയിലെത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ പഞ്ചായത്ത് നടത്തിയതായ പ്രവർത്തനങ്ങൾ മറ്റു പഞ്ചായത്തുകളെ അറിയിക്കാനും അതുപോലെ തന്നെ മറ്റു പഞ്ചായത്തുകൾ നടത്തിയതായ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നമുക്ക് ഉൾക്കൊള്ളാനും സാധിക്കാനുള്ള ഈ അവസരത്തിന് എല്ലാവിധ ആശംസകളുമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടത്തിയ ദൂരദർശൻ അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസിഡന്റ് ഒന്നും ചിരിച്ചില്ല. വളരെ സന്തോഷമുണ്ട്. ഇത്ര ഗൗരവത്തിൽ പറയാതെ എൻ്റെ പ്രസിഡന്റ്. നമുക്കിപ്പോൾ എന്തായാലും മാർക്സിലേക്ക് കിടക്കാം അല്ലേ? കാരണം മാർക്ക് 15-ൽ 12. 10-ൽ 8. ഏഴോം ഗ്രാമപഞ്ചായത്തിന് 60-ൽ ലഭിച്ചിരിക്കുന്നത് 48 മാർക്സാണ്. നല്ല മാർക്കാണോ? സന്തോഷമുണ്ട്. ഇപ്പൊ ചിരിച്ചോണ്ടൊക്കെ തന്നെയാണ് സന്തോഷമുണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും അവർക്ക് സന്തോഷമായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവരുടെ പ്രവർത്തനങ്ങളും പദ്ധതികളും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് EZM സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. ജന്മിയുടെ പത്തായപ്പുരകളിൽ നിന്ന് നെല്ല് പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്ത ചരിത്രം ഏറെ പറയാനുണ്ട് വടക്കൻ കേരളത്തിലെ ഗ്രാമങ്ങൾക്ക്. എന്നാൽ ഇന്ന് പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യാനായി പത്തായപ്പുരകളിൽ നെല്ലില്ല. നഷ്ടപ്പെട്ടു പോയ നെൽവയലുകൾ തിരിച്ചു പിടിക്കുക എന്നതാണ് പുതിയ കാലത്തിന് ദൗത്യം.
ആ ദൗത്യത്തിന്റെ ചുമതലക്കാർ ഗ്രാമപഞ്ചായത്തുകൾ തന്നെയാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. മറ്റൊരു ഗ്രാമത്തിന്റെ കഥയുമായി വീണ്ടും നാളെ. നന്ദി, നമസ്കാരം. ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.